നമ്മുടെ റെയിൽവേയുടെ ALPയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഇതാണിപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് വന്നിട്ടുള്ളത്. അത് വന്നിട്ടുള്ളത് 5/12/2025 മുതൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ RRBൻ്റെ അപ്ലൈ ചെയ്ത അതേ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യണം. ആ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അപേക്ഷ ആക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്ന് നോക്കാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പർ, മെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈം പീരീഡിൻ്റെ ഇടയിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. മൺഡേ ടു ഫ്രൈഡേ മാത്രമേ അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. അതും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ NTPC അതുപോലെ തന്നെ RRB, ഗ്രൂപ്പ് D തുടങ്ങിയ പോസ്റ്റുകൾക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. ALPൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള റെയിൽവേൻ്റെ ഒട്ടുമിക്ക എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. JEE ഇല്ല, ബാക്കിയെല്ലാം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ സീരിയൽ നമ്പർ 01/2025 ALPൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ റെയിൽവേൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷിച്ച് അതേ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണിക്കും. റിജക്റ്റഡ് ആണോ ആക്സെപ്റ്റഡ് ആണോ എന്ന് കാണിക്കും. റിജക്റ്റഡ് ആണെങ്കിൽ പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല. ആക്സെപ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും. ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും.